ഹലോ, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ അല്ലെങ്കിൽ കൊള്ളി വെച്ചിട്ട് ഒരു പുഴുക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ, കപ്പയും ചായയും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമ്മളിവിടെ കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളമൊഴിച്ച് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊരു 1.25 കിലോ കൊള്ളിയാണ് ഉള്ളത്. ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പം നമ്മുടെ കൊള്ളി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നും കൂടി തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കട്ട് നന്നായി ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ കൊള്ളി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളം ഇതിൻ്റെ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കൊള്ളി വേവണ വരെ വേവിച്ചെടുക്കാം. കൊള്ളി ഇവിടെ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കൊള്ളി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടി വേവാനുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ കപ്പ അല്ലെങ്കിൽ കൊള്ളി ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വരാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ചതച്ച് വെച്ചിട്ടുള്ള ഈ നാളികേരത്തിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ നാളികേരത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കൊള്ളിക്കിഴങ്ങിൻ്റെ കപ്പയുടെ ഒരു കഷ്ണം നോക്കിയിട്ട് അതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചമുളകിൻ്റെയും ചെറിയുള്ളിയുടെയും ഒക്കെ പച്ചക്കുത്ത് പോണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ നാളികേരത്തിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇതിനെ കൊള്ളിന്ന് പറയും, കപ്പാന്നൊക്കെ പറയും. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇത് ഉടച്ചു കൊടുക്കണം. നമുക്കിത് വലിയ കഷ്ണമായിട്ട് കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. വല്ലാണ്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.